ഭാവി ചെല്ലുന്ന പാതാളം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഏതാണ്ട് അതേപോലെയൊക്കെ തന്നെയാണ്. വളരെ പ്രതീക്ഷയോടെ ഞാൻ പശു വളർത്തൽ മേഖലയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഈ 7 സെൻറ്റ് സ്ഥലവുമായി പശു വളർത്തൽ മേഖലയിലേക്ക് കടന്നു വന്നിട്ട് 5 വർഷം, 6ാമത്തെ വർഷത്തിലേക്ക് കടന്നു. ഒത്തിരി പ്രതിസന്ധികൾ ഉണ്ടായി. അതിനെക്കുറിച്ച് ഞാൻ ഇതിന് മുമ്പ് വീഡിയോ ചെയ്തിരുന്നു. അന്ന് എൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പശുവിനെ കുളിപ്പിക്കുന്നു, ഈ ചാണകം സംഭരിക്കുന്നതുമായ വിഷയമാണ്. അതിന് എനിക്കറിയാവുന്ന സകല മാർഗ്ഗങ്ങൾ നോക്കി. കിണർ ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് മൂടി, അത് അശുദ്ധമായി. അപ്പുറത്തൊരു കുഴി കുത്തി നോക്കി, അവിടെ വിട്ടിട്ടും രക്ഷയില്ല. അത് അയലോക്കത്തെ പറമ്പിൽ ചെന്നു. പിന്നെ കഴിഞ്ഞ വേനക്ക് ഇങ്ങനെയൊക്കെ പരിഹരിച്ച് പൈപ്പ് ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിൻ്റെ വേസ്റ്റ് വെള്ളം കുളിപ്പിക്കുന്നതെല്ലാം കൂടി ഇങ്ങനെ ഇവിടെ വേസ്റ്റായി പോയ ഈ കിണറിൽ ഞാൻ കൊണ്ട് നിക്ഷേപിക്കുകയായിരുന്നു. അങ്ങനെ കഴിഞ്ഞ വേനക്ക് അപ്പുറത്തെ കിണർ, ഇവിടുന്ന് 150 മീറ്റർ ദൂരമുള്ള അയലോക്കത്തെ കിണറിലെ വെള്ളം അശുദ്ധമായതുകൊണ്ട് ഞാൻ ഇവിടുന്ന് കുഴൽക്കിണറ്റിൽ നിന്ന് വെള്ളം അടിച്ചു കൊടുത്ത് പ്രശ്നങ്ങൾ പരിഹരിച്ചു. ഈ വേനലായപ്പം ആ കിണർ തേകി നോക്കി, അപ്പോൾ അവിടെ പ്രശ്നമില്ല. കിണറ്റിലേക്ക് വിട്ടത് സക്സസ് ആയി. അപ്പം ഇനി ഇവിടെ നിന്നാണ് എൻ്റെ തുടക്കം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി ഇവിടെ നീട്ടി ഒരുപാട് പശുക്കളെ എനിക്ക് വളർത്തണം. തടസ്സങ്ങളെല്ലാം മാറിയെന്ന് വളരെ പ്രതീക്ഷയോടുകൂടി ഞാൻ ഇരിക്കുകയായിരുന്നു. ഇങ്ങനെയൊരു വീഡിയോ ഒക്കെ ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും എൻ്റെ ജീവിതമാർഗത്തിൽ തന്നെ അടച്ചുകൊണ്ട് പ്രകൃതി എനിക്ക് പണി തന്നിരിക്കുകയാണ്. ഈ കിണറ്റിൽ നിന്നും ചാണകവെള്ളം കലങ്ങി, അതായത് കഠിനമായ മഴയത്ത് കിണറിൽ വെള്ളം പൊങ്ങി വന്നു. അപ്പോൾ അത് പൊങ്ങി വന്നപ്പോൾ ഇവിടുന്ന് വല്ല എലിയും മടയെ കൂടി എങ്ങാനും ആയിരിക്കും ഇവിടുന്ന് 150 മീറ്ററുള്ള അപ്പുറത്തെ കിണറിൽ വെള്ളം ഇന്ന് അശുദ്ധമായതായിട്ട് അവർ വന്ന് പരാതിപ്പെട്ടു. ഞാൻ അവരുമായിട്ട് സംസാരിച്ചു. ദയവായിട്ട് ഈ വേനൽ വരെ ഞാൻ ഇവിടുന്ന് വെള്ളം അടിച്ചു തരാം, അത് കഴിഞ്ഞ് ഞാൻ പശു വളർത്തൽ നിർത്തിക്കോളാം. പെട്ടെന്ന് എനിക്ക് എങ്ങനെ വിറ്റ് ഒഴിവാക്കിയാലും പശു വളർത്തൽ വേണ്ട എന്ന് വെച്ചാലും അവരുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ സാധ്യമല്ല. കാരണം ഇതിനകത്ത് ഇപ്പോൾ കുളിപ്പിച്ച വെള്ളവും അതിൻ്റെ ചാണകവും എല്ലാം കൂടി ഒരു 1.5 മീറ്റർ ചാണകം തന്നെ കാണും. ഇത് വേനലോട് കൂടി എല്ലാം ചാണകം ഉറച്ച് കട്ടയായതിനു ശേഷം അത് കോരി വൃത്തിയാക്കി ശുദ്ധിയാക്കിയാലല്ലേ അപ്പുറത്തെ കിണർ അത് തീ കഴിഞ്ഞാൽ അവർക്ക് ഉപയോഗയോഗ്യമാവുകയുള്ളൂ. ഇത്തരം വിഷയങ്ങളൊക്കെ ആലോചിച്ച് ഇന്ന് വളരെ വേദനയോടെ സങ്കടത്തോടെയാണ് ഇരിക്കുന്നത്. ഞാനിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്ത് ഒത്തിരി പ്രേക്ഷകരും എന്നോട് എൻ്റെ അഭിപ്രായങ്ങളും ഞാൻ എല്ലാത്തിനും ഓരോ വീഡിയോ ഒക്കെ ഇടുന്നതായിരുന്നു. അപ്പോൾ ഇത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്, ഇതിന് എന്തെങ്കിലും ഒരു മാർഗം നിങ്ങളുടെ ആരുടെയെങ്കിലും ഐഡിയയിൽ എന്തെങ്കിലും ഒരു ഐഡിയ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായവും ഈ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. കാരണം ഇവിടെ ഇത്രയും സ്ഥലം ബാക്കിയുണ്ട്. ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു, ഇവിടെ ഒരു ടാങ്ക് പൊക്കം കുറഞ്ഞ് ഒരു 1.5 മീറ്റർ 2 മീറ്റർ പൊക്കം വീതിയിൽ ടാങ്ക് ഉണ്ടാക്കി തേച്ച് വെട്ടുകല്ല് കെട്ടി അടി കോൺക്രീറ്റ് ചെയ്ത് തേച്ച് വൃത്തിയാക്കിയിട്ട് തുടർന്നും ഇത് കൊണ്ടുപോകാമെന്ന് എനിക്കൊരു ആലോചനയുണ്ട്. അവിടെയും ഞാൻ ആ ചിന്തയിലും എനിക്ക് മറുപടി കിട്ടാത്തൊരു ഭാഗം, ഈ കാലാകാലങ്ങളിങ്ങനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടാങ്ക് നിറഞ്ഞു കഴിയുമ്പോൾ വെള്ളമില്ലാത്ത ഞാൻ, അല്ലെങ്കിൽ സ്ഥലമില്ലാത്ത ഞാൻ എങ്ങനെ ഈ വെള്ളം നീക്കം ചെയ്യും? അവിടെയും എൻ്റെ ബുദ്ധിയിൽ ഒരു ഐഡിയയും കാണുന്നില്ല. ദയവായി നിങ്ങൾ ആരെങ്കിലും എനിക്കൊരു മാർഗം പറഞ്ഞു തരിക. ഇത് എൻ്റെ ജീവിതമാർഗം അടയുന്ന സങ്കടം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. 40-45 വയസ്സായി. ഇനി എനിക്ക് കൂലിപ്പണിക്കൊന്നും പോകാൻ പറ്റത്തില്ല. 50-60 വയസ്സായി. ഇനി മറ്റൊരു ജീവിതമാർഗം എനിക്കില്ല. ഇതുങ്ങളെയൊക്കെ ഞാൻ പൊന്നുപോലെ നോക്കി, ഇതുങ്ങളെയൊക്കെ ഞാൻ ഉപേക്ഷിക്കേണ്ടി വരുമല്ലോ, കൊടുക്കേണ്ടി വരുമല്ലോ.